Hi, hello, welcome back to our channel Simply Be with Akshana. നമ്മളിവിടെ ഇന്ന് പരിപ്പും മുരിങ്ങയിലയും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് മുരിങ്ങയില ഞാൻ നുള്ളി എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ആ വലിയ തണ്ടൊക്കെ കളഞ്ഞിട്ട് ആ ഇതളുകൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പീസ് പരിപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ പരിപ്പും ഇതും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളിയും 5-6 ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഈ പരിപ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഒറ്റ വിസിലാണ് കൊടുക്കുന്നത് കുക്കറിൽ. അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേണം നേരം കൊണ്ട് ഞാൻ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ പരിപ്പ് വെന്ത് കിട്ടി. ആ പരിപ്പിലേക്ക് നമുക്കിനി മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഇലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറണമല്ലോ. ശേഷം അരപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ മുരിങ്ങയില ചേർത്തിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അരപ്പും കൂടി ചേർക്കുകയാണ്. അരപ്പെല്ലാം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമ്മളത് ഒന്ന് അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങ അരച്ച കറിക്ക് തിളച്ചു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, പിരിഞ്ഞൊന്നും പോവില്ല. ശേഷം നമുക്ക് താളിച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എല്ലാം തീർന്നു. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡി. നല്ല സ്വാദിഷ്ടമായ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം പറയണേ. താങ്ക് യു.